1 കൊരിന്ത്യർ 10-13 നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അപ്പോൾ ദൈവം അനുവദിച്ചിട്ട് പൈശാചിക ഉപദ്രവം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം. ജോബിൻ്റെ അനുഭവം പഴയ നിയമത്തിൽ, ജോബിൻ്റെ കുടുംബത്തിൽ ദുരന്തങ്ങൾ വരുന്നത് സാത്താൻ കടന്നു കയറിയിട്ടാണ്. അതെങ്ങനെ സാത്താൻ കടന്നു കയറി? ഒരു തിന്മയും ചെയ്യാതെ ജീവിച്ച ജോബിന് എങ്ങനെ സഹനമുണ്ടായി? സാത്താൻ ഉണ്ട് എന്നും അവൻ കയറി പ്രവർത്തിക്കാമെന്നും ദൈവം ഇങ്ങനെ അനുവദിക്കാമെന്നും ചിന്തിക്കാനും മനസ്സില്ലാത്തവർക്ക് ജോബിൻ്റെ പുസ്തകം വ്യാഖ്യാനിക്കാൻ പാടാണ്. അവരതേപറ്റി വ്യാഖ്യാനിക്കും, പറയും ഒരു തിന്മയും നമ്മുടെ പാപം കൊണ്ടോ തിന്മ കൊണ്ടോ ഒന്നുമല്ലാതെയും ചുമ്മാ ദുരന്തങ്ങൾ ഉണ്ടാകാം, ജോബിൻ്റെ സംഭവത്തിൽ സംഭവിക്കുന്ന പോലെ. അതുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നതും പാപവുമായിട്ടും ഒന്നും ബന്ധമില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും അവർ. പക്ഷേ ദുരന്തങ്ങൾ ജോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് വെറുതെ ഉണ്ടായതല്ല, സാത്താൻ കടന്ന് കയറിയിട്ടാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സാത്താൻ ഉണ്ടെന്ന് വിശ്വസിക്കാൻ മനസ്സില്ലാത്തവർ ആ ഏരിയ അങ്ങോട്ട് അവഗണിക്കും. പിന്നെ നോക്കുമ്പോൾ ചുമ്മാ ജോബിന് സഹനമുണ്ടായി, അതുകൊണ്ട് നിങ്ങൾക്ക് സഹനം ഇടയ്ക്ക് ഉണ്ടായെന്ന് ഇവർ സാരമില്ല, വിഷമിക്കണ്ട എന്ന് പറഞ്ഞങ്ങ് വിടുകയാണ്. ചുമ്മാ അല്ല സഹനം ഉണ്ടാക്കുന്നത്, അങ്ങനെ ഉണ്ടാവുകയല്ല. ഒന്നുകിൽ നമ്മുടെ തന്നെ തിന്മ കൊണ്ട് സഹനം വരാം, അല്ല കൂടെയുള്ളവർ തിന്മ കൊണ്ട് സഹനം നമുക്ക് വരാം, അങ്ങനെ വരാം. അതുമല്ല മറ്റൊന്നാണ് സാത്താൻ്റെ ഇടപെടൽ വഴി സഹനവും തകർച്ചയും വരാം. നമ്മളായിട്ട് തുറന്നു കൊടുത്തായിരിക്കാം, രക്ഷാകർത്താവ് തുറന്നു കൊടുത്തായിരിക്കും, കണ്ടു കഴിഞ്ഞു. ദൈവം തുറന്നു കൊടുത്ത് അനുവദിച്ചിട്ടായിരിക്കാം. ദൈവം അങ്ങനെ അനുവദിച്ചിട്ട് സഹനം വരുന്നതൊക്കെ നമ്മൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം ദൈവം അങ്ങനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധിയും പ്രാർത്ഥനാ ചൈതന്യവും ആത്മീയതയും വിശ്വാസവും എല്ലാം കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രം ദൈവം അനുവദിക്കുകയുള്ളൂ. അങ്ങനെ അനുവദിക്കുന്നിടത്ത് ഒരിക്കലും ആ വ്യക്തി സാത്താൻ്റെ ഉപദ്രവത്തിന് മുന്നേ തകരുകയല്ല, മറിച്ച് സാത്താൻ ഈ വ്യക്തിയുടെ മുന്നേ തകരും. അത്ര ഉറപ്പുണ്ടായാലും ദൈവം അങ്ങനെ അനുവദിക്കുകയുള്ളൂ. ഇപ്പം ജോബിൻ്റെ കാര്യം ദൈവം നല്ല ഉറപ്പായിരുന്നു. അവിടെ ദൈവം തന്നെയാണ് സാത്താൻ പറഞ്ഞു, എൻ്റെ ദാസൻ ജോബിനെ കണ്ടോ, അവനെപ്പോലെ നല്ല വിശ്വസ്തനും നീതിമാനും ദൈവഭക്തനുമായി വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സാത്താൻ പറയും, അവനെ ഒന്ന് തോണ്ടാനായിട്ട് എന്നെ ഒന്ന് അനുവദിച്ചേ, അവന് നല്ല സമൃദ്ധിയെ കൊടുത്തിരിക്കല്ലേ, വീടിന് ചുറ്റും വേലി കെട്ടിയിരിക്കല്ലേ. ദൈവത്തോട് ചേർന്ന് പോകുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ദൈവിക സംരക്ഷണം അതിനകത്ത് തന്നെ ഉണ്ട്. സങ്കീർത്തനം 34 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവഭക്തരെ സംരക്ഷിക്കാൻ അവർക്ക് ചുറ്റും ദൈവത്തിൻ്റെ മാലാഖമാർ കാവൽ നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സംരക്ഷണം ഉണ്ട്. അത് നമ്മളായിട്ട് പൊളിച്ച് പുറത്തേക്ക് പാപത്തിൻ്റെ വഴി പോകുമ്പോൾ നമുക്ക് സംരക്ഷണം ഇല്ലെന്നാകുന്നത്. ദൈവം ചിലപ്പോൾ ഈ വേലിയുടെ മതിലിൻ്റെ ഗേറ്റിൻ്റെ താക്കോല് സാത്താൻ്റെ കൊടുത്തേക്കും, നീ വേണേൽ കയറിക്കൂ. ജോബിന് അങ്ങനെ സംഭവിച്ചു. സാത്താൻ വെറുതെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറി. കാരണം സാത്താൻ പറഞ്ഞു, അവൻ്റെ ഈ സംരക്ഷണം ഒന്ന് മാറ്റിക്കുകയും ദാരിദ്ര്യമോ രോഗ കഷ്ടപ്പാടോ ഉണ്ടായാൽ അവൻ ദൈവത്തെ നിന്ദിക്കും. ദൈവത്തെ അനുവദിച്ചു. അപ്പോൾ സാത്താൻ കയറി സംഭവിക്കുന്ന എന്നതാണ്, സാത്താൻ എവിടെ അവസരം കിട്ടുന്നോ അവിടെ നാശമുണ്ടാകും. കള്ളന് വരുന്ന കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ്, ഇല്ലേ? യോഹന്നാൻ 10:10. കള്ളന് വരുന്നത് കൊല്ലാനും ചിതറിക്കാൻ നശിപ്പിക്കാനുമായിട്ടാണ്. മനുഷ്യപുത്രൻ വരുന്നത് ജീവൻ നൽകാൻ, സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ്. പിശാചിന് എവിടെ അവസരം കിട്ടുന്ന അവിടെ മരണങ്ങൾ തന്നെ ഉണ്ടാകും. മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന അപകടങ്ങളും രോഗങ്ങളും ഒന്നിനു പുറകെ ഉണ്ടാകും. ജോബിൻ്റെ കുടുംബത്തിൽ സാത്താൻ അവസരം കിട്ടി ഉടനെ സംഭവിക്കുന്നത് നമുക്കറിയാം. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, 10 മക്കൾ കൊല്ലപ്പെടുന്നു. 10 മക്കൾ കൊല്ലപ്പെട്ടു. ജോലിക്കാർ ഭൃത്യന്മാർ വാളിനിരയായി, ഒട്ടക്കൂട്ടങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ നാശവും മരണങ്ങളും സംഭവിക്കുകയാണ്. അപ്പം അങ്ങനെയെല്ലാം വന്നിട്ട് ജോബ് പക്ഷേ വിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ട്, ഉറച്ചു നിന്ന് ദൈവത്തെ സ്നേഹിച്ചു സ്തുതിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ സാത്താൻ ദൈവത്തിൻ്റെ പക്കലെത്തുമ്പോൾ അവിടെ പറയുകയാണ്, കണ്ടോ നീ ചോദിച്ചിട്ട് അനുഭവിച്ചാണ് അത്ര ദുരന്തം ഉണ്ടാകുക, എന്നിട്ടും കണ്ടോ ജോബ് ദൈവത്തോട് എന്നോട് ചേർന്ന് നിൽക്കുന്ന കണ്ടോ. അപ്പോൾ സാത്താൻ പറയും, അവൻ്റെ ദേഹത്തും തൊടാൻ അനുവദിച്ച് അപ്പം കാണാം അവൻ്റെ തനിനിറം, മേല് നോക്കുമ്പോഴാണ് കളി കാര്യമാകുമെന്ന് പറയല്ലേ. ചർമ്മത്തിന് ചർമ്മം, അവൻ്റെ മേത്ത് തൊടാൻ സമ്മതിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പം ദൈവം പറഞ്ഞു അതും അനുവദിച്ചിരിക്കുന്നു. പിന്നെ സാത്താൻ ചെന്നിട്ട് ജോബിനെ, അപ്പം ദൈവം അവിടെ പറയുന്നുണ്ട്, അവരെ ജീവനെ തൊട്ടേക്കരുത്, ജീവൻ നഷ്ടപ്പെട്ടേക്കരുത്. എന്തുകൊണ്ടാണ് ദൈവകൻ എടുത്തു പറയുന്നത്? ദൈവകനെ എടുത്തു പറഞ്ഞ് വിലക്കിയില്ലെങ്കിൽ സാത്താൻ അവസരം കിട്ടിയ ജോബിനെ തീർത്ത് കളയും. കാരണം അവൻ കൊലപാതകയാണ്, കൊല്ലുന്നവനാണ്. അത് ദൈവത്തിനറിയാം. അവിടെ തമ്പുരാൻ പറഞ്ഞു, ജീവൻ അപകടം വന്നേക്കരുത്, തൊട്ടേക്കരുത് ജീവനിൽ, ബാക്കി നിനക്ക് ചെയ്യാം. നിറകന്തല മുതൽ ഉള്ളകാല് വരെയും വ്രണങ്ങളും എല്ലാം ആയിട്ട് രോഗങ്ങൾ കൊടുത്ത് അങ്ങ് ജോബ് കഷ്ടപ്പെട്ട് കാണും. എന്നിട്ടും ജോബ് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു അവസ്ഥ വരുന്ന സാത്താൻ്റെ ഇടപെടൽ ദൈവം അനുവദിച്ചിട്ട് കടന്നു വരുന്നത് കൊണ്ടാണ്.